ഹലോ ഫ്രണ്ട്സ്, കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ IT ഇൻഫ്രാസ്ട്രക്ചർ പരിശീലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ അസംബ്ലിംഗ് എന്ന പ്രോസസ്സ് തുടങ്ങി വയ്ക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലുള്ള ഡെമോൺസ്ട്രേഷനാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന ഈ മേജർ കമ്പോണൻറ്റ് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ മദർ ബോർഡാണ്. മദർ ബോർഡിനെ കുറിച്ചുള്ള അടിസ്ഥാന ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സുകൾ നമ്മൾ നടത്തിയിരുന്നു. ഒരു മദർ ബോർഡിന് 4 ഫങ്ഷണൽ കമ്പോണൻ്റ് ഉണ്ടെന്നുൾപ്പെടെയുള്ള തിയറട്ടിക്കൽ ആസ്പെക്ട് ചർച്ചകൾ നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഈ മദർ ബോർഡാണ് നമ്മൾ അസംബ്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. LGA1155 സീരീസ് ഒരു മദർ ബോർഡാണിത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയ കണക്ടറുകൾ ഇതിൻ്റെ സൈഡിലുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ഒരു നോർമൽ കമ്പ്യൂട്ടർ യൂസർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പല കണക്ടറുകളും ഇതിൻ്റെ സൈഡിലുണ്ട്. അസംബ്ലിംഗ് പ്രക്രിയയിൽ നമ്മൾ പ്രോസസ്സ് തുടങ്ങുന്നത് മദർ ബോർഡ്, പ്രോസസ്സർ, മെമ്മറി അടക്കമുള്ള ഘടകഭാഗങ്ങൾ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ്. പല കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയേഴ്സും നേരിട്ട് ക്യാബിനറ്റിലേക്ക് മെഷീൻ ഉറപ്പിച്ചുകൊണ്ട് ഈ പ്രോസസ്സ് തുടങ്ങാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തു തുടങ്ങാം. പക്ഷേ എങ്കിൽ പോലും മിനിമം ഡിസ്പ്ലേ, അതായത് മദർ ബോർഡ്, മൈക്രോ പ്രോസസർ, മെമ്മറി അടക്കമുള്ള ഘടകഭാഗങ്ങൾ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കും അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ മദർ ബോർഡിൽ നമ്മൾ മുഖ്യമായും തിരിച്ചറിയേണ്ട പല ഘടകഭാഗങ്ങളുണ്ട്. അതിലൊന്ന് പ്രോസസർ ഏരിയ ആണ്. നിങ്ങൾക്ക് കാണാവുന്ന ഈ ഒരു സെഗ്മെൻ്റാണ് പ്രോസസർ ഏരിയ. ഈ പ്രോസസർ ഏരിയയിലേക്കാണ് നമ്മൾ മൈക്രോ പ്രോസസർ എന്ന ഘടകഭാഗം പ്ലഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സിന് തുടങ്ങാം. മദർ ബോർഡിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മൈക്രോ പ്രോസസർ പ്ലഗ് ചെയ്യുക എന്ന പ്രക്രിയയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പ്രോസസർ സോക്കറ്റിലേക്കാണ് നമ്മൾ മൈക്രോ പ്രോസസർ പ്ലഗ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ കയ്യിൽ ലഭ്യമായ മൈക്രോ പ്രോസസർ. ഇന്റലിൻ്റെ LG എന്നറിയപ്പെടുന്ന ലാൻഡ് ഗ്രിഡർ എന്നറിയപ്പെടുന്ന പുതിയ തലമുറ പ്രോസസ്സറുകളാണിത്. മുമ്പ് ഉപയോഗിച്ചിരുന്ന സീറോ ഇൻസർഷൻ ഫോഴ്സ് സോക്കറ്റുകൾക്ക് പകരം LGA സോക്കറ്റുകളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇവിടെ കാണുന്ന പോയിന്റുകൾ ഹോൾസ് അല്ല, പിൻസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പം അതുകൊണ്ട് തന്നെ സ്ക്രൂ ഡ്രൈവർ അടക്കമുള്ള കമ്പോണൻ്റ് കൊണ്ട് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഈ പിൻസ് വളയുകയും ഡാമേജ് ആകുകയും ചെയ്യും. വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുക. ഈ പ്രോസസ്സർ ഒരു ഡയറക്ഷനിൽ മാത്രമേ സ്വാഭാവികമായും നിങ്ങളുടെ മെഷീനിൽ പ്ലഗ് ചെയ്യപ്പെടാൻ പറ്റുള്ളൂ. അത് തിരിച്ചറിയാനുള്ള 2 or 3 വഴികളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഒരു ഭാഗത്തെ പിന്നിൻ്റെ അവിടെ ഒരു അഡീഷണൽ ഐഡൻറ്റിഫിക്കേഷൻ പോയിന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഞാൻ സ്ക്രൂ ഡ്രൈവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ കാണുന്ന ഒരു അഡീഷണൽ പിൻ. അത് കൂടാതെ 2 ഏരിയകളിൽ നിങ്ങൾക്ക് ചെറിയൊരു ഷേപ്പ് വ്യത്യാസം ഈ 2 ഏരിയയിൽ കാണും. ഈ പ്രത്യേകതകൾ നിങ്ങളുടെ മദർ ബോർഡിൽ അതിന് ഇക്വലൻ്റായ ലെവലിൽ നോച്ചുകളും നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇക്വലൻ്റായ ലെവൽ 2 നോച്ചുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മദർ ബോർഡിൽ നമുക്ക് തിരിച്ചറിയാം. ഇതിലേക്ക് ഡയറക്റ്റായി ഈ പ്രോസസ്സർ പ്ലേസ് ചെയ്യുക. പ്രോസസ്സർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോക്കറ്റ് ഇങ്ങോട്ടേക്ക് അടയ്ക്കുക. ഒരു ചെറിയൊരു ആംഗിളിൽ പുഷ് ചെയ്ത ശേഷം ഈ ലിവർ ക്ലോസ് ചെയ്യുക. വളരെ എളുപ്പത്തിലുള്ള പ്രക്രിയയാണിത്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രക്രിയ സ്മൂത്തായി പോകുന്നില്ലേ അർത്ഥം നിങ്ങൾ എവിടെയോ കറക്റ്റ് അല്ലാതെ, വ്യക്തമല്ലാതെ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇതാണ് ആദ്യ ഘട്ടം. തുടർന്ന് ചെയ്യേണ്ടത് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഈ ഫാൻ പിടിപ്പിക്കുക എന്നുള്ളതാണ്. പ്രോസസ്സർ ഫാൻ പിടിപ്പിക്കുക എന്നുള്ളത് പലപ്പോഴും ഇപ്പോഴും ടെക്നിക്കലി പലർക്കും സങ്കീർണമായൊരു പ്രക്രിയയായിട്ട് തുടരുന്നുണ്ട്. ഇന്റൽ എന്ന കമ്പനി വളരെ ഹൈ പെർഫോമൻസ് ഉള്ള മൈക്രോ പ്രോസസ്സർ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഫാൻ അടക്കമുള്ള സിസ്റ്റങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും വളരെയധികം ആശയക്കുഴപ്പം കസ്റ്റമേഴ്സിനുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു ഫാൻ സിസ്റ്റമാണ്. ഈ ഒരു ഫാനിൽ ആസ് യു ക്യാൻ സി നമുക്കിവിടെ കുറച്ച് പ്ലാസ്റ്റിക് നോച്ചുകൾ 4 വശത്തായിട്ടുണ്ട്. ഈ 4 വശത്തുമായി കാണുന്ന നോച്ചുകൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് മദർ ബോർഡിൽ ഹോൾസ് ഉണ്ട്. ആ ഹോൾസിലേക്ക് അലൈൻ ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രോസസ്സ്. അപ്പം ഇതിനകത്ത് തിരിക്കാവുന്ന ചെറിയ ഒരു പ്ലാസ്റ്റിക് പോയിന്റുകളുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ആരോ മാർക്ക് കാണാം. ഇവിടെ ഈ ആരോ മാർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കുക. എല്ലാത്തിലും ഒരു ആരോ മാർക്കിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇത് തിരിക്കുക. അങ്ങനെ തിരിച്ചാണ് നമ്മൾ മദർ ബോർഡിലേക്ക് പ്ലഗ് ചെയ്യാൻ അതിന് സന്നദ്ധമാക്കുന്നത്. ഈ 4 പോയിന്റിലും കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മദർ ബോർഡിൽ ഇത് പ്ലേസ് ചെയ്യുക.
നാല് വശവും പ്രോപ്പർലി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡയറക്ഷനിൽ ആദ്യം ഒന്ന് പുഷ് ചെയ്യുക, തുടർന്ന് അടുത്ത ഡയറക്ഷനിൽ പുഷ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അടുത്ത 2 ഡയറക്ഷനുകളിലും പുഷ് ചെയ്യുക. 4 ഡയറക്ഷനിലും പ്രോപ്പർലി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിവർ ലോക്ക്ഡ് ആയി കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാവുന്ന പരുവത്തിലായി എന്നർത്ഥം. തുടർന്ന് ഒരു പവർ കണക്ടർ നമുക്ക് കാണാം. ഈ പവർ കണക്ടർ ഈ കാണുന്ന ഹീറ്റ് സിങ്ക് സിസ്റ്റത്തിന് മേളിൽ കാണുന്ന ഫാനിൻ്റെ പവർ കണക്ടറാണ്. ആ പവർ കണക്ടർ നമുക്ക് 2 ഫാൻ പോയിന്റുകൾ മദർ ബോർഡിൽ കാണാം. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റിൽ ഞാൻ കാണുന്നത് പവർ ഫാൻ എന്ന് എഴുതിയിരിക്കുന്നതാണ്. അടുത്തൊരു പോയിന്റിൽ CPU ഫാൻ എന്ന് എഴുതിയിട്ടുണ്ട്. CPU ഫാൻ എന്നെഴുതിയ പോയിന്റിലേക്ക് തന്നെ CPU ഫാൻ പ്ലഗ് ചെയ്യുക. കാരണം പവർ ഫാൻ എന്ന് എഴുതിയിരിക്കുന്നത് CPUയിൽ വരുന്ന അഡീഷണൽ കൂളിംഗ് മെക്കാനിസം കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. എന്തായാലും ഇവിടെ കാണുന്ന പോയിന്റിലേക്ക് പ്രോപ്പർ ലെവൽ ഇൻസെർട്ട് ചെയ്യുക. അതൊരു ഡയറക്ഷനിൽ മാത്രമേ പ്ലഗ് ഇൻ ആവുകയുള്ളൂ. തിരിച്ച് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കണക്റ്റ് ആവില്ല. ഇതായിരുന്നു, ഈ പോയിന്റിലേക്കാണ് ഞാൻ ഫാൻ പ്ലഗ് ചെയ്തത്. കാണാമല്ലോ, ഈ ഒരു പോയിന്റിലേക്ക് ഡയറക്റ്റായിട്ട് ഫാൻ പ്ലഗ് ചെയ്യുക. ഇതിന് നോച്ചസ് ഉള്ളതുകൊണ്ട്, പ്ലാസ്റ്റിക് ലെവൽ നോച്ചസ് ഉള്ളതുകൊണ്ട് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇത് പ്ലഗ്ഡ് ആവുള്ളൂ. ഫൈൻ. പ്രോപ്പർ ലെവൽ ഫാൻ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം മെമ്മറി ഇൻസെർട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മളുടെ കയ്യിൽ ഒരു DDR3 റാം ആണുള്ളത്. നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നല്ലോ, ഒരു DDR3 റാം ആണ് നമ്മളുടെ കയ്യിലുള്ളത്. ഈ DDR3 റാമിനെ മദർ ബോർഡിൽ പ്ലഗ് ചെയ്യുക. മെമ്മറി ആർക്കിടെക്ചർ ലെവലിൽ നോക്കിയാൽ നമുക്ക് കാണാം, ഈ കാണുന്ന മെമ്മറിയുടെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു നോച്ച് ഉണ്ട്. അത് കൃത്യം നടുക്ക് ഭാഗത്തല്ല, ഒരല്പം ഓഫ്സെറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ തിരിഞ്ഞ് ഈ മെമ്മറി ഇൻസെർട്ടഡ് ആവാനുള്ള ചാൻസസ് റയറാണ്. സോ ആ നോച്ച് അലൈൻഡ് ആവുന്ന പൊസിഷൻ നോക്കി മെമ്മറി ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ നോച്ച് അലൈൻഡ് ആവാതെയും മെമ്മറി ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഈ സ്ലോട്ടിനകത്തേക്ക് ഇത് ഇറങ്ങിച്ചെല്ലും. തുടർന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആകുകയും ചെയ്യും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കുക. ഓക്കെ. അപ്പം അതുപോലെ തന്നെ നേരത്തെ ഫാൻ പിടിപ്പിച്ച കാര്യം നമ്മൾ സംസാരിച്ചു. ഫാൻ പിടിപ്പിച്ച ഫാൻ നമുക്ക് അഴിക്കണമെന്നുണ്ടെങ്കിലും ഈ പ്ലാസ്റ്റിക് നോച്ചുകൾ വളരെ ശ്രദ്ധാപൂർവ്വം അഴിക്കണം. ഇപ്പം നമ്മൾ മെമ്മറി ഇൻസെർഷൻ പ്രോസസ് ആണ് കാണിച്ചത്. മെമ്മറി ഇതിൽ നിന്ന് എടുത്തു മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ 2 സൈഡിൽ കാണുന്ന നോച്ചുകൾ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് റിലീസ്ഡ് ആവും. 1, 2 നമുക്ക് മെമ്മറി എടുത്തു മാറ്റാം. തിരിച്ചു വെക്കുമ്പോഴും ഈ മെമ്മറി പ്ലേസ് ചെയ്ത ശേഷം നേരെ മെമ്മറി ഒരുമിച്ച് പുഷ് ചെയ്യുന്നതിന് പകരം ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം ഒരു സൈഡിൽ ആദ്യം പുഷ് ചെയ്ത് തുടർന്ന് അടുത്ത സൈഡിൽ പുഷ് ചെയ്യുക. അതായിരിക്കും പ്രോപ്പർ ലെവലിൽ മെമ്മറി ഇൻസെർട്ട് ചെയ്യാനുള്ള വഴി. ഇപ്പോൾ ഞാനിപ്പോൾ മെമ്മറി ഇതിനകത്ത് ഊരുകയാണ്. നമ്മളിപ്പോൾ പ്രോസസ്സർ പ്ലഗ് ചെയ്ത പോലെ തന്നെ ഇത് അഴിക്കുന്ന മെക്കാനിസം കൂടെ നോക്കാം. ഈ അഴിക്കുന്ന മെക്കാനിസം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ലിവറുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കുക. ഊരിയെടുക്കാനായി ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ആരോ മാർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. തിരിച്ചു കഴിയുമ്പോൾ ലോക്ക് റിലീസ്ഡ് ആവും. തുടർന്ന് ഓരോ സൈഡിൽ നിന്നായിട്ട് നമുക്ക് ഊരിയെടുക്കാം. പലതവണ ഊരിയെടുക്കുകയും തിരിച്ചു പ്ലഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പങ്ങളിലൊന്ന്, ഒറിജിനലി ഈ പ്രോസസ്സറിന്റെ പുറത്തുണ്ടാകുന്ന ഒരു ഹീറ്റ് പേസ്റ്റ് ഉണ്ട്, അത് നഷ്ടമാവും. ഹീറ്റ് പേസ്റ്റ് നഷ്ടമായുള്ള കുഴപ്പം പ്രോപ്പർ ലെവലിലുള്ള തെർമൽ കണ്ടക്ഷൻ നടക്കാതെ വരും. അപ്പോൾ എപ്പോഴൊക്കെയാണോ കമ്പ്യൂട്ടർ റീഅസംബ്ലിംഗ് എന്ന പ്രോസസ് ചെയ്യേണ്ടി വരുന്നത് ആ സമയത്തെല്ലാം ഇതിനകത്തുള്ള ഹീറ്റ് പേസ്റ്റ് നഷ്ടമായിക്കൊണ്ടിരിക്കും. ഈ ഹീറ്റ് പേസ്റ്റ് നഷ്ടമാകുന്നതനുസരിച്ച് സിസ്റ്റത്തിന്റെ റിലയബിലിറ്റി, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങളെ അത് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റീഅസംബ്ലിംഗ് എന്ന പ്രക്രിയ ചെയ്യേണ്ടി വരുമ്പോൾ ഹീറ്റ് പേസ്റ്റ് എന്നറിയപ്പെടുന്ന സിലിക്കൺ ഹീറ്റ് പേസ്റ്റ് എന്നറിയപ്പെടുന്ന കമ്പോണന്റ് കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. നോർമൽ ലെവൽ സിലിക്കൺ ഹീറ്റ് പേസ്റ്റുകൾ ലഭ്യമാകുന്നത് ഇങ്ങനൊരു സിറിഞ്ച് രൂപത്തിലാണ്. ഇതിനകത്ത് കാണുന്നത് തെർമൽ ഗ്രീസ് എന്നോ തെർമൽ സിലിക്കൺ എന്നോ അറിയപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ്. പ്രോപ്പർ ലെവലിൽ ചൂട് അലൂമിനിയം ഹീറ്റ് സിങ്കിലേക്ക് പെർഫെക്റ്റായി പകരാൻ കഴിവുള്ള ഒരു ഉപകരണമാണിത്. ഇതൊരു പ്രൊഫഷണൽ ഗ്രേഡ് ഹീറ്റ് സിങ്ക് പേസ്റ്റുകൾ തന്നെ വാങ്ങിക്കുക. പലപ്പോഴും നമ്മുടെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വേണ്ടി വരുന്ന ആംപ്ലിഫയർ അടക്കമുള്ള ഉപകരണങ്ങൾക്ക് വേണ്ടി വരുന്ന ഹീറ്റ് സിങ്ക് പേസ്റ്റ് സിസ്റ്റവുമായിട്ട് ഇതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിലവാരമുള്ള ഉൽപ്പന്നം തന്നെ വാങ്ങിക്കുക.
എപ്പോഴൊക്കെ കമ്പ്യൂട്ടർ റീഅസംബിൾ ചെയ്യേണ്ടി വരുന്നോ ആ സമയത്ത് പ്രോപ്പർ ലെവലിൽ ഹീറ്റ് സിങ്ക് പേസ്റ്റ് അപ്ലൈ ചെയ്ത് മാത്രം കമ്പ്യൂട്ടർ ഉപയോഗിക്കുക. സോ ഒരല്പം ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്ത ശേഷം അത് തുല്യമായ അളവിൽ ഇതിനകത്തേക്ക് പരത്തുക. ഹീറ്റ് സിങ്ക് പേസ്റ്റ് തുല്യമായി പരക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് പഴയ പോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു തവണ തിരിച്ച ശേഷം ഈ കാണുന്ന നോച്ചുകൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു തവണ തിരിച്ച ശേഷം ഫാൻ പഴയ പോലെ ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ഘട്ടത്തിലൂടെയാണ് പ്രക്രിയ കടന്നു പോയത്. നമ്മൾ ഫാൻ ഒരു തവണ ആദ്യം പിടിപ്പിക്കുകയും പിന്നീട് രണ്ടാമത് അതേ പ്രക്രിയ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഈ പ്രോസസ്സ് ഫെമിലിയറായി ധരിക്കുന്നു. എങ്കിലും ഓർക്കുക, പലപ്പോഴും ഒരു കസ്റ്റമറുടെ കാഴ്ചപ്പാടിൽ ഈ ഒരു പ്രോസസ്സ് കസ്റ്റമർക്ക് അത്ര സന്തോഷമുള്ളതല്ല. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട പ്രക്രിയകളിലൊന്നാണ്. ഈ ഫാൻ പിടിപ്പിക്കുക എന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട പ്രക്രിയകളിലൊന്നാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് നോച്ചുകൾ വളരെ ദുർബലമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ടെക്നോളജി പലത് ഡെവലപ്പ് ചെയ്തെങ്കിലും ഇത് പ്രോപ്പർ ലെവലിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഇന്ത്യയിൽ ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നൊരു സത്യം തന്നെയാണ്. എന്നാൽ മറ്റ് പല കമ്പനികളും കുറച്ചുകൂടെ മികച്ച ഹീറ്റ് സിങ്കിങ് സിസ്റ്റങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നമ്മൾ കാണിച്ച പോലെയുള്ള തേർഡ് പാർട്ടി ഹീറ്റ് സിങ്ക് സിസ്റ്റങ്ങൾക്ക് പോപ്പുലാരിറ്റി ഉള്ളത്. തുടർന്ന് മെമ്മറി ഇൻസെർഷൻ നമ്മൾ നേരത്തെ കാണിച്ചതാണ്. മെമ്മറി പഴയ പോലെ ഇൻസെർട്ട് ചെയ്യുക. ഇപ്പോൾ മദർ ബോർഡിൽ പ്രോസസ്സർ പ്ലഗ് ചെയ്യാനും മെമ്മറി പ്ലഗ് ചെയ്യാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടെക്നോളജി മാറുന്നതനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ, ഈ പ്രോസസ്സർ ഇൻസെർഷൻ മെക്കാനിസങ്ങൾ, ഹീറ്റ് സിങ്ക് പിടിപ്പിക്കുക, മെമ്മറി പിടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വരും. ഇപ്പോൾ വളരെ പഴയ ഒരു കാലഘട്ടത്തിലെ ഒരു മദർ ബോർഡുമായി പരിചയപ്പെട്ടിരുന്ന ആൾക്ക് ഒരുപക്ഷെ ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കാം മെമ്മറി കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം നിങ്ങൾ അക്കാഡമിക്കായി വളരെ പഴയൊരു പുസ്തകത്തിൽ നിന്നാണ് കാര്യങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയിരിക്കാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വളരെ പഴക്കമുള്ളൊരു മദർ ബോർഡ് എടുത്ത് കാണിക്കുകയാണ്. ഈ മദർ ബോർഡിൽ നമ്മൾ മെമ്മറി ഐഡൻറ്റിഫിക്കേഷനിൽ പഠിച്ച 30 പിന്നിൻ്റെ ഒരു സിം ചിപ്പാണുള്ളത്. ഈ സിം ഇടുന്നതും ഊരുന്നതൊക്കെ ആ കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായ, ഇപ്പോൾ ആലോചിച്ച രസകരമായൊരു പ്രക്രിയയായിരുന്നു. ഈ സിം ചിപ്പുകൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നേരെ പ്ലേസ് ചെയ്യുകയല്ല ചെയ്തിരുന്നത്. അതിന് പകരം 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ച് ഈ ഒരു ഡയറക്ഷനിൽ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. തുടർന്ന് ഈ മെമ്മറി ചിപ്പിനെ മൊത്തമായി മുമ്പോട്ട് പുഷ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു സമയത്ത് മെമ്മറി ഇൻസെർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ടെക്നോളജിയിൽ നമ്മൾ പുതിയ ലെവലിൽ പറയുമ്പോൾ മെമ്മറി ഇൻസെർഷൻ പ്രോസസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നാളെ വരാൻ പോകുന്ന മെമ്മറി ടെക്നോളജി എന്തായിരിക്കും എന്ന് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല. ഏതായാലും നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ലെവലിൽ ലളിതമായിരിക്കും അടിസ്ഥാനപരമായ മെമ്മറി ഇൻസെർഷനും പ്രോസസ് ഇൻസെർഷൻ പ്രക്രിയ. അപ്പോൾ നമ്മുടെ മദർ ബോർഡ് ഇപ്പോൾ തയ്യാറായി. ഇനി മദർ ബോർഡിലേക്ക് ഒരു പവർ സപ്ലൈ കണക്ട് ചെയ്യുക, മദർ ബോർഡ് ഓൺ ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള അടുത്ത ഘട്ടം. ഇനി നമുക്ക് മദർ ബോർഡിനെ ഒന്ന് വിശദമായൊന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ ദിവസം നോർത്ത് ബ്രിഡ്ജ്, സൗത്ത് ബ്രിഡ്ജ് എന്ന 2 വാക്കുകൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഈ മദർ ബോർഡ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് നോർത്ത് ബ്രിഡ്ജ് കാണാൻ കഴിയില്ല. കാരണം നോർത്ത് ബ്രിഡ്ജ് എന്ന സാങ്കേതികവിദ്യ അപ്രസക്തമായി കഴിഞ്ഞു നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മദർ ബോർഡിൽ ഇപ്പോൾ കാണുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിൽ കാണുന്ന സൗത്ത് ബ്രിഡ്ജ് ചിപ്പ് മാത്രമാണ്. നോർത്ത് ബ്രിഡ്ജ് ഇപ്പോൾ എവിടെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. നോർത്ത് ബ്രിഡ്ജ് ഇപ്പോൾ പ്രോസസ്സർ ടെക്നോളജിയുടെ ഭാഗമായി കഴിഞ്ഞു. നമ്മൾ മുമ്പ് മെമ്മറി കൺട്രോളർ ഹബ് എന്ന് വിളിച്ചിരുന്ന ഡിസ്പ്ലേ അടക്കമുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്തിരുന്ന നോർത്ത് ബ്രിഡ്ജ് ഇപ്പോൾ മൈക്രോ പ്രോസസർ സർക്യൂട്ടറികളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരേ ഒരു ചിപ്പാണ് നിങ്ങൾ മെയിനായിട്ട് വിസിബിൾ ആകുക. നമ്മുടെ സൗത്ത് ബ്രിഡ്ജ് ചിപ്പാണ് വരുന്നത്. ടെക്നോളജി മാറി വരുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. മദർ ബോർഡിൽ ഇനി പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള പോയിന്റുകളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള പോയിന്റുകൾ 2 എണ്ണമാണ് മദർ ബോർഡിലുള്ളത്. നമ്മൾ ഇവിടെ കാണുന്ന 24 പിന്നുള്ളൊരു കണക്ടർ നമുക്ക് കാണാം. ഈ 24 പിന്നുള്ള നീളത്തിലുള്ള ഈ കണക്ടർ, 24 പിന്നിൽ യഥാർത്ഥത്തിൽ 20 പിന്നാണ് മദർ ബോർഡിലെ വോൾട്ടേജുകൾക്ക് വേണ്ടി ഉപയോഗിക്കുക. നമുക്ക് കാണാമല്ലോ അല്ലേ. 20 പിന്നുള്ള ഭാഗം മദർ ബോർഡിലെ വോൾട്ടേജുകൾക്ക് വേണ്ടിയും അഡീഷണലായ 4 പിന്നുകൾ നിങ്ങൾ PCI എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഈ സ്ലോട്ടിൽ പ്ലഗ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസ്പ്ലേ കാർഡിന്റെ പവറിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. അത് ഒരല്പം കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിലും മാറ്റി വയ്ക്കാം ആ ചർച്ച.
PC Express ഡിസ്പ്ലേ കാർഡുകൾ പലതരത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ പവർ സപ്ലൈ മദർ ബോർഡിൽ നിന്ന് തന്നെ വലിച്ചെടുക്കുന്ന PCI Express ഡിസ്പ്ലേ കാർഡുകൾക്ക് ഇവിടെയുള്ള ഈ പോയിന്റിൽ നിന്നാണ് വോൾട്ടേജ് കിട്ടുക. എന്തായാലും 24 പിന്നിൻ്റെ ഒരു കണക്ടർ നമുക്കിവിടെ കാണാം. പഴയ ടെർമിനോളജി വെച്ച് പറഞ്ഞാൽ നമ്മളതിനെ ആംഫിനോൾ കണക്ടർ എന്ന് വിളിക്കും. ഈ ആംഫിനോൾ കണക്ടർ കൂടാതെ 4 പിന്നിൻ്റെ ഒരു ചെറിയ കണക്ടർ കൂടെ നമുക്കിവിടെ കാണാം. ഈ 4 പിന്നിൻ്റെ കണക്ടർ ഇറ്റ് ഈസ് കോൾഡ് ദ കോർ വോൾട്ടേജ് കണക്ടർ. നിങ്ങളുടെ മൈക്രോ പ്രോസസറിലേക്ക് ഡയറക്റ്റ് പവർ ഡെലിവർ ചെയ്യുന്നതാണ് കോർ വോൾട്ടേജ് കണക്ടർ. SMPS കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ 2 ഘടകഭാഗങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കി വെക്കുക. ഈ 2 കണക്ടറുകളും ഒരു ഡയറക്ഷനിൽ മാത്രമേ പവർ പ്ലഗ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യൂ. അത് ലാഷ്ഡ് ആണ്. അതിൻ്റെ പ്ലാസ്റ്റിക് നോച്ചുകളുടെ ഷേപ്പ് ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ട് അത് ഒരു ഡയറക്ഷനിൽ മാത്രമേ പ്ലഗ് ചെയ്യപ്പെടാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ തിരിച്ച് കയറുന്നതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ വളരെയധികം ശക്തി പ്രയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറ്റാൻ പറ്റും. അത്രയേ ഉള്ളൂ. എന്തായാലും ഈ 2 പാർട്സ് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഒരു ചെറിയ ഘടകഭാഗം കൂടെ നമുക്ക് തിരിച്ചറിയാം. കാരണം നിങ്ങളുടെ പുതിയ വരുന്ന ATX SMPSകൾ പവർ ഓൺ ചെയ്യപ്പെടുന്നത് മെക്കാനിക്കൽ സ്വിച്ചുകൾ വഴിയല്ല, ഇലക്ട്രോണിക് ആയിട്ട് ഒരു ചെറിയ ട്രിഗറിങ് വഴിയാണ് അത് ഓൺ ചെയ്യപ്പെടുന്നത്. അതിനാവശ്യമായ ഒരു ഫ്രണ്ട് കണക്ടർ പോയിന്റ് ഇവിടെയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കുറച്ച് മെറ്റൽ കോണ്ടാക്റ്റുകൾ, ഉയർന്നു നിൽക്കുന്ന മെറ്റൽ കോണ്ടാക്റ്റുകളെ കാണാം. പൊതുവെ ഇത്തരം കോണ്ടാക്റ്റുകളെ ബെർഗ് കണക്ടറുകൾ എന്നാണ് വിളിക്കുക. ഈ ബെർഗ് കണക്ടറിൽ നമ്മൾ പാനൽ എന്നാണ് ഇവിടെ എഴുതിയിട്ടുണ്ടാവുക. നമ്മുടെ ഈ ബെർഗ് കണക്ടറിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാകുന്നത് പാനൽ എന്നാണ്. ഈ കാണുന്ന പോയിന്റിൽ സൂചിപ്പിക്കുന്നത് പവർ, റീസെറ്റ്, പവർ LED, ഹാർഡ് ഡിസ്ക് LED എന്നീ കണക്ടറുകളാണ്. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ക്യാബിന്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന പവർ സ്വിച്ചിന്റെ കേബിളുകളും LED കേബിളുകളും പ്രോപ്പർ ലെവലിൽ കണക്ട് ചെയ്യാനുള്ള സ്ഥലമാണത്. സിസ്റ്റം ക്യാബിനറ്റ് അകത്ത് വെച്ച് അസംബിൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ കേബിളുകൾ പ്രോപ്പർലി കണക്ട് ചെയ്താൽ മാത്രമേ കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ പറ്റൂ. ഇവിടെ നമ്മൾ ക്യാബിനകത്ത് വെച്ചല്ലല്ലോ സിസ്റ്റം അസംബിൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ എങ്ങനെ ഓൺ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തൊട്ട് പുറകെ നോക്കാം. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാം. പവർ സപ്ലൈകളുടെ പല റേറ്റിങ്ങിനെ കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മളുടെ കയ്യിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു SMPS യൂണിറ്റ്, സിസ്റ്റം യൂണിറ്റ് ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ SMPS യൂണിറ്റ്, പവർ സപ്ലൈ യൂണിറ്റ്. പവർ സപ്ലൈ യൂണിറ്റിൽ നിങ്ങൾക്ക് ആവശ്യമായ കണക്ടർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും ആദ്യത്തെ ലെവലിൽ നമ്മൾ പറഞ്ഞത് 20 പിന്നിൻ്റെ കണക്ടറിനെ കുറിച്ചാണ്. 20 പിന്ന് എന്നാണോ പറഞ്ഞത്? ചെറിയ വ്യത്യാസമുണ്ടല്ലേ. 20 ആണോ 24 ആണോ എന്നൊരു സംശയം നമ്മൾ പറഞ്ഞു. 20 പിന്നാണ് മദർ ബോർഡിന് ആവശ്യമുള്ളത്. അഡീഷണലായി കാണുന്ന 4 പിന്നുകൾ PCI Express ഡിസ്പ്ലേ കാർഡുകൾക്ക് ആവശ്യമുള്ളതാണ്. നമുക്കിവിടെ ഈ SMPS നോക്കിയാലും അത് ഊരിയെടുക്കാവുന്ന ഒരു ഡിറ്റാച്ചബിൾ യൂണിറ്റ് ആയിട്ടാണ് വരിക. നിങ്ങൾക്കൊരു PCI Express ഡിസ്പ്ലേ കാർഡ് ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് പ്ലഗ് ചെയ്യാതിരിക്കാം. പക്ഷേ ഭാവിയിൽ ഒരു കാർഡ് പിടിപ്പിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സമയത്തും അതവിടെ ഓണായി കിടക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ഇത് ഒരു ലോക്ക് സിസ്റ്റമാണ്. ആ ലോക്ക് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പം അത് 24 പിന്നായി. ഞാനത് ഊരി മാറ്റിയാൽ 20 പിന്നായി. കാരണം ചില മദർ ബോർഡുകളിൽ 20 പിന്നിൻ്റെ കണക്ടർ മാത്രമേ കാണൂ. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഊരി മാറ്റിയിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഈ പ്ലാസ്റ്റിക് നോച്ചാണ് ഇത് ഒരു ഡയറക്ഷനിൽ മാത്രം പ്ലഗ് ചെയ്യാൻ സഹായിക്കുന്നത്. തിരിച്ച് കണക്ട് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ അത് നിർത്തുന്നതാണ്. നമുക്ക് ഇതിവിടെ പ്ലഗ് ചെയ്യാം. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. സോ ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ പ്രോപ്പർ ലെവലിൽ പ്ലഗ്ഡ് ആകൂ. ഈ കാണുന്ന നോച്ചാണ് അതിൻ്റെ അലൈൻമെൻറ്റ് പാത്ത്. അതിനുശേഷം ഇത് അമർത്തുക. പ്രോപ്പർ ലെവലിൽ ഉറപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം അത് ലൂസായിരുന്നു കഴിഞ്ഞാൽ സ്പാർക്ക് ഉണ്ടാകുകയും മറ്റ് കംപ്ലൈൻറ്റുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. തുടർന്നുള്ളത് കോർ വോൾട്ടേജ് കണക്ടറാണ്. ഈ കോർ വോൾട്ടേജ് കണക്ടർ പ്രോസസ്സറിൻ്റെ വോൾട്ടേജ് കിട്ടാൻ എസെൻഷ്യലായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ അതില്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം പവർ ഓൺ ആവില്ല. കോർ വോൾട്ടേജ് കണക്ടർ കണക്ട് ചെയ്യുക. കോർ വോൾട്ടേജ് കണക്ടർ എഗെയിൻ കോർ വോൾട്ടേജിനും നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു നോച്ചുണ്ട്, ഒരു പ്ലാസ്റ്റിക് നോച്ചുണ്ട്. ആ പ്ലാസ്റ്റിക് നോച്ചുള്ള ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇത് പ്ലഗ്ഡ് ആവും. ഞാനിപ്പോൾ ഈ ഒരു ഡയറക്ഷൻ പ്ലഗ് ചെയ്യാൻ പോയത് അങ്ങോട്ട് ഇറങ്ങില്ല. അതിന് പകരം സ്പെസിഫിക് ആയിട്ട് ആ നോച്ചുള്ള ഏരിയ ആണ് തിരിച്ചറിഞ്ഞ് ആ ഡയറക്ഷൻ വെച്ചാൽ സ്മൂത്തായിട്ടത് ഇറങ്ങുകയും ചെയ്യും. ഇതാണ് കോർ വോൾട്ടേജ് കണക്ടർ പ്ലഗ് ചെയ്യുന്ന പ്രോസസ്സ്. ഇത് ഊരണ്ടി വരുമ്പോഴും ഈ നോച്ച് തന്നെയാണ് ഊരാൻ ഉപയോഗിക്കുന്ന അൺലോക്കിംഗ് മെക്കാനിസം. ഈ നോച്ചിലൊന്ന് അമർത്തി പിടിക്കുക, എന്നിട്ട് ഊരിയെടുക്കുക. അല്ലാതെ ഊരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് നോച്ച് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ ദിസ് വേ. ഓക്കെ, ഇതാണ് പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള ബേസിക് പ്രൊസീജിയർ. തുടർന്ന് നിങ്ങളുടെ പവർ സപ്ലൈയിലേക്ക് ഒരു 230 വോൾട്ട് AC ഔട്ട്ലെറ്റിൽ നിന്നുള്ള പവർ കണക്ട് ചെയ്യുക.
നിങ്ങളുടെ SMPS യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന 230 വോൾട്ട് കണക്ട് ചെയ്യാനുള്ളൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന SMPSൽ അഡീഷണൽ പോയിന്റുകൾ കാണുന്നുണ്ട്. അത് മോണിറ്ററിലേക്കുള്ള പവർ പ്ലഗ് ചെയ്യാനുള്ള ഒരു ഏരിയ മാത്രമാണ്. ഇപ്പോൾ ചില SMPS മോഡലുകളിൽ ഇതുപോലെ മോണിറ്റർ കണക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അങ്ങനെ ഒരു സൗകര്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മോണിറ്റർ നേരിട്ട് 230 വോൾട്ട് AC കണക്ട് ചെയ്താൽ മതി. ഈ കാണുന്ന ഔട്ട്പുട്ട് SMPS നിന്ന് വരുന്ന ലോ വോൾട്ടേജ് DC അല്ല, 230 വോൾട്ട് തന്നെയാണ്. നിങ്ങൾ ഭിത്തിയിൽ ഒരു ഔട്ട്ലെറ്റ് ലാഭിക്കാൻ വേണ്ടി മാത്രമുള്ള എളുപ്പ വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു 230 വോൾട്ട് പവർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു 230 വോൾട്ട് സപ്ലൈ ഇങ്ങോട്ടേക്ക് പ്ലഗ് ചെയ്യുക. ഇവിടെ ഈ 230 വോൾട്ട് പ്ലഗ് ചെയ്യുമ്പോൾ തിയററ്റിക്കലി പറഞ്ഞാൽ നിങ്ങളുടെ മദർ ബോർഡിലേക്ക് പവർ എത്തിക്കഴിഞ്ഞു. മദർ ബോർഡിലെത്തിയ പവറിന് ഇനി ഓണാക്കുക എന്ന പ്രക്രിയ മാത്രമേ ബാക്കിയുള്ളൂ. മദർ ബോർഡ് ഇപ്പോൾ ശരിക്കും മദർ ബോർഡിലെ പല ഫങ്ഷണൽ പാർട്സിലും ഇപ്പോൾ വൈദ്യുതി എത്തുന്നുണ്ട്. നമുക്ക് ആ മദർ ബോർഡിനെ ട്രിഗറിങ് എന്നൊരു ഫങ്ഷണാലിറ്റി വഴി ഇനി പവർ ഓൺ ചെയ്യുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. അതിനായി ഈ മദർ ബോർഡിൻ്റെ ട്രിഗറിങ് പ്രോസസ്സ് നടത്താനായി ചെയ്യേണ്ട കാര്യം, നേരത്തെ നമ്മൾ കാണിച്ചു തന്നൊരു പാനൽ കണക്ടർ ഉണ്ടല്ലോ, നമുക്ക് ആ പാനൽ കണക്ടർ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇവിടെ കാണുന്നതാണ് പാനൽ കണക്ടറുകൾ. അതിൽ പവറിൻ്റെ പോയിന്റ് തിരിച്ചറിയുക. പവറിൻ്റെ പോയിന്റ് തിരിച്ചറിഞ്ഞ് അവിടെ ശരിയായ ലെവലിൽ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ക്യാബിന്റെ ഫ്രണ്ടിൽ വരുന്ന പവർ സ്വിച്ചിന്റെ കേബിളുകൾ ഇവിടെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തുറന്നു വെച്ച് ക്യാബിൻ ഇല്ലാതെയാണ് കമ്പ്യൂട്ടർ അസംബ്ലി എന്നുള്ളതുകൊണ്ട് താൽക്കാലികമായി ഞാൻ ചെയ്യുന്നത് ഈ സ്ക്രൂ ഡ്രൈവറിന്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട്, മെറ്റാലിക് ടിപ്പ് ഉപയോഗിച്ചിട്ട് ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ള എളുപ്പ വഴി ഈ കാണുന്ന ഫാൻ സിസ്റ്റം കറങ്ങി തുടങ്ങുന്നുള്ളതാണ്. SMPSന്റെ ഫാനും അതുകൂടാതെ പ്രോസസർ ഫാനും ഒരുമിച്ച് കറങ്ങി തുടങ്ങും. നമുക്കൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം. അത് കറങ്ങി തുടങ്ങുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. SMPSന്റെ ഫാനും ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനത് അവിടെ SMPSന് ഇവിടെ ഒരു ഫാൻ സിസ്റ്റം ഉണ്ട്, ഞാനത് കൈകൊണ്ട് തൊട്ടത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫാൻ കൂടെ കറങ്ങുന്നുണ്ട്. ഇത് ഓഫ് ആക്കണമെങ്കിൽ തുടർന്ന് അതേ പോയിന്റിൽ തന്നെ ഒന്നുകൂടെ ഞാൻ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ, ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആവുന്നത് കാണാം. തുടർന്ന് നിങ്ങളുടെ സിസ്റ്റത്തിന് മിനിമം ഡിസ്പ്ലേ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മിനിമം ഡിസ്പ്ലേ വന്നു എന്ന് ഉറപ്പുവരുത്താൻ പല മെത്തേഡുകൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. പല വഴികളിലൊന്ന്, നിങ്ങളുടെ മദർ ബോർഡിൽ ഒരു ബസർ യൂണിറ്റ് അഥവാ ചെറിയൊരു സ്പീക്കർ യൂണിറ്റ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയാണെങ്കിൽ നമുക്കൊരു സിംഗിൾ ബീപ്പ് കേൾക്കാം. കാര്യങ്ങൾ ഭംഗിയല്ലെങ്കിൽ അതനുസരിച്ചുള്ള എറർ ബീപ്പുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. അത് ഒരു മെക്കാനിസമാണ്, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു മെക്കാനിസം അതാണ്. രണ്ടാമത്തെ ഏറ്റവും ഫോൾസ് പ്രൂഫായ മെക്കാനിസം, ഒരു മോണിറ്റർ കണക്ട് ചെയ്ത ശേഷം മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, മിനിമം കമ്പോണന്റുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മിനിമം ഡിസ്പ്ലേ മോണിറ്ററിലേക്ക് വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. അപ്പം അതിനുവേണ്ടി നമ്മളൊരു LED മോണിറ്റർ ഇവിടെ സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ മോണിറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് പല ഫോർമാറ്റുകളിൽ വരാം. ഏറ്റവും കോമൺ ആയ പഴയ സ്റ്റാൻഡേർഡ് ഇപ്പോഴും VGA തന്നെയാണ്. വീഡിയോ ഗ്രാഫിക് അഡാപ്റ്റർ എന്ന ഈ സ്റ്റാൻഡേർഡ് വളരെ കാലമായി പ്രചാരത്തിലുള്ള കണക്ടർ പോയിന്റുകളിലൊന്നാണ്. ഇതിനു പകരം DVI, HDMI അടക്കമുള്ള ഔട്ട്പുട്ടുകൾ വരുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി മിക്ക മോണിറ്ററുകളിലും ഒരു VGA ഔട്ട്പുട്ട് കാണും. നിങ്ങളുടെ മദർ ബോർഡിൽ VGA കണക്ടർ എന്നറിയപ്പെടുന്ന 15 പിൻ കണക്ടർ ഇവിടെയുണ്ട്. ഈ 15 പിൻ കണക്ടറിലേക്ക് ഈ VGA കേബിള് പ്ലഗ് ചെയ്യുക. നിങ്ങളുടേത് VGAക്ക് പകരം HDMI അടക്കമുള്ള മറ്റേതെങ്കിലും സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അതനുസരിച്ച് പ്ലഗ് ചെയ്യുക. ടെക്നിക്കലി വ്യത്യാസമൊന്നുമില്ല. അപ്പം നമുക്ക് വേണ്ടത് ഈ മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. നമുക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ശ്രമിക്കാം. നമുക്കിത് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളുടെ മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ നോക്കുക. ഇനിഷ്യൽ പവർ ഓൺ സ്റ്റെപ്പിൻ്റെ ആദ്യ ഘട്ടങ്ങൾ, ഇനിഷ്യൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഈ ഡിസ്പ്ലേ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ മിനിമം ഡിസ്പ്ലേ സബ് സിസ്റ്റം ഫങ്ഷണലി ഓക്കെ ആണെന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് കമ്പ്യൂട്ടർ എത്തി. മിനിമം ഡിസ്പ്ലേ ഓക്കെ ആയ സ്ഥിതിക്ക് തുടർന്നുള്ള പ്രോസസ്സുകളെല്ലാം ഇവിടെ വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പകരം നിങ്ങൾക്ക് ഒരു ക്യാബിനെടുത്ത് ക്യാബിനിലേക്ക് തുടർന്ന് അസംബ്ലി തുടങ്ങാവുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും നമ്മൾ എന്തെല്ലാം ഘടകഭാഗങ്ങളുണ്ടെന്നും അത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും വ്യക്തമാക്കി തരാൻ വേണ്ടി നമുക്ക് ഈ തുറന്ന അവസ്ഥയിൽ വെച്ച് തന്നെ അസംബ്ലിംഗ് പ്രോസസ്സ് തുടരാം. അതിനുശേഷം നമ്മൾ ക്യാബിനറ്റിലേക്ക് ഇത് ഉറപ്പിക്കുന്നത് എങ്ങനെയാണെന്നും നോക്കാം. ഞാനതുകൊണ്ട് ഇത് ടേൺ ഓഫ് ചെയ്യാണ്.
താൽക്കാലികമായി ഇനിയിപ്പോൾ നമുക്ക് അല്പസമയത്തേക്ക് ഈ മോണിറ്റർ ആവശ്യമില്ല. വി വിൽ കീപ് ഇറ്റ് അസൈഡ്. ഇനി ഇത് ആക്സിഡൻ്റലി ടേൺ ഓഫ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ പവർ കൂടെ ഡിറ്റാച്ച് ചെയ്യണം. പവർ പ്ലഗ്ഡ് ആയിരിക്കുന്ന എല്ലാ അവസ്ഥയിലും മദർ ബോർഡിലേക്ക് പവർ എത്തുന്നുണ്ട്. നമ്മുടെ ട്രിഗറിംഗ് കൊണ്ട് മാത്രമാണ് ഓണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കഴിവതും മറ്റു പ്രക്രിയകൾ ചെയ്യുമ്പോൾ ഇത് ഓഫ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ സേഫ്. ഈ കാണുന്ന ഫാനിൻ്റെ കേബിളൊക്കെ വട്ടം വരുന്ന അത്ര നല്ല കാര്യമല്ല. കാരണം ഈ കേബിൾ ഇവിടെ വന്ന് കുരുങ്ങിക്കഴിഞ്ഞാൽ ഈ ഫാനിൻ്റെ പ്രവർത്തനം നിന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്യാബിനിൽ അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കും. ഇനി എന്തെല്ലാം ഘടകഭാഗങ്ങളാണ് കണക്ട് ചെയ്യേണ്ടത് നോക്കാം. അടിസ്ഥാന തലത്തിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് മാത്രം കാര്യമില്ലോ അല്ലേ. കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കാവുന്ന പരുവത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അഡീഷണൽ കമ്പോണൻറ്റുകളുടെ ആവശ്യമുണ്ട്. എന്തൊക്കെയായിരുന്നു അവ? നമുക്ക് വേണ്ട മെയിൻ കമ്പോണൻറ്റുകളിലൊന്ന് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് ഓപ്റ്റിക്കൽ ഡ്രൈവ് അടക്കമുള്ള മീഡിയങ്ങൾ ഇവിടെ പ്ലഗ് ചെയ്യുമെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിനുവേണ്ടി പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കുകൾ സാറ്റ ടെക്നോളജിയാണ്. സീരിയൽ ATA ടെക്നോളജിയുള്ള ഒരു ഹാർഡ് ഡിസ്കും സീരിയൽ ATA ടെക്നോളജിയുള്ള ഒരു DVD റൈറ്ററുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സീരിയൽ ATA എന്ന് പറയുന്ന ടെക്നോളജി നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ പുറകിലുള്ള കണക്ടർ ഉപയോഗിച്ചാണ്. ഈ കാണുന്ന 7 പിന്നോ ഡേറ്റ കണക്ടറും ഈ പവർ കണക്ടറുമാണ് സാറ്റയെ തിരിച്ചറിയാൻ എളുപ്പം സഹായിക്കുന്നത്. നിങ്ങളുടെ DVD ഡ്രൈവ് മെക്കാനിസത്തിലും വ്യത്യസ്തമല്ലാത്തൊരു കണക്ടർ ഇവിടെ കാണാം. സാറ്റ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാനുള്ള കേബിളുകൾ ഇതുപോലുള്ള ലളിതമായൊരു കേബിളാണ്. 7 പിന്നിൻ്റെ ഒരു കേബിൾ ഇവിടെ വരുന്നുണ്ട്. ഈ കേബിൾ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. സിമിലർലി നിങ്ങളുടെ പവർ സപ്ലൈ യൂണിറ്റിലും ഇത് കണക്ട് ചെയ്യാൻ ആവശ്യമായ പവർ കണക്ടർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം വളരെ പഴയ ഒരു സ്റ്റാൻഡേർഡിൽ SMPS കണക്ടർ ഇതാണ്. മോളക്സ് കണക്ടർ എന്നറിയപ്പെടുന്ന ഈ കണക്ടറിന് ഏറ്റവും പുതിയ ഡ്രൈവുകളെ കണക്ട് ചെയ്യാനുള്ള കഴിവില്ല. സാറ്റ പവർ കണക്ടർ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ പല SMPSകളിലും 2 തരം കണക്ടറുകളും കാണാം. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പഴയ ഹാർഡ് ഡിസ്ക് ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അവയെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പഴയ കണക്ടർ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. നിലവിൽ നമ്മൾ ആദ്യം കണക്ട് ചെയ്യാൻ പോകുന്നത് ഹാർഡ് ഡിസ്ക് എന്ന ഉപകരണമാണ്. ഹാർഡ് ഡിസ്കിൻ്റെ പവർ നമുക്ക് കണക്ട് ചെയ്യാം. എഗെയിൻ ഇതെല്ലാം ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമേ പ്രോപ്പർ ലെവലിൽ പ്ലഗ്ഡ് ആവുകയുള്ളൂ. ഹാർഡ് ഡിസ്കിൻ്റെ പവർ കണക്ട് ചെയ്തു. ഡേറ്റ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ റെഡ് കളർ വയർ മദർ ബോർഡിൽ സാറ്റ കണക്ടർ എന്നറിയപ്പെടുന്ന ഒരു കണക്ടർ തിരിച്ചറിയാണ് അടുത്ത ഘട്ടം. സാറ്റ കണക്ടർ എന്നത് മദർ ബോർഡിൽ നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്കിപ്പോൾ കാണാമെങ്കിൽ ഈ കാണുന്ന 4 കണക്ടറുകൾ സാറ്റ കണക്ടറുകളാണ്. അതിനർത്ഥം നിങ്ങൾക്ക് 4 സാറ്റ ഹാർഡ് ഡിസ്കുകൾ അല്ലെങ്കിൽ സാറ്റ ഡിവൈസുകൾ പ്ലഗ് ചെയ്യാൻ പറ്റും. ഹാർഡ് ഡിസ്കുകൾ മാത്രമല്ല, DVD ഡ്രൈവ് അടക്കമുള്ള മറ്റു ഉപകരണങ്ങളും സാറ്റ ഇന്റർഫേസിൽ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇവയും തിരിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല, ഒരു ഡയറക്ഷനിൽ മാത്രമാണിത് പ്ലഗ് ചെയ്യാൻ പറ്റുക. അതിവിടെ ഉറപ്പിക്കുക. ഈ പവർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതർ സൈഡ് കണക്ടറിലേക്ക് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഡേറ്റ കണക്ട് ചെയ്യുക. അപ്പം ഞാൻ ഈ ഡയറക്ഷനിൽ ഇതിപ്പോൾ പ്ലഗ് ചെയ്യാൻ നോക്കുകയാണ്. ഈ ഡയറക്ഷനിൽ പ്രോപ്പറായിട്ട് ഇത് കയറുന്നില്ല. ഈ ഡയറക്ഷനിൽ കയറുന്നില്ല എന്ന് വെച്ചാൽ അർത്ഥം അത് നമ്മൾ തെറ്റായ ലെവലാണ് കണക്ട് ചെയ്യുന്നതാണ്. ഈ കണക്ടറിൻ്റെ നോച്ച് നോക്കുക. ആ നോച്ച് അലൈൻഡ് ആവുന്ന അവസ്ഥ ഒരു ഡയറക്ഷനിൽ മാത്രമാണ്. ആ ഡയറക്ഷനിൽ കയറ്റുക. അപ്പോൾ ഹാർഡ് ഡിസ്ക് പ്ലഗ്ഡ് ആയി. ഇതേപോലെ തന്നെ സീരിയൽ ഡ്രൈവുകൾ നമുക്ക് പ്ലഗ് ചെയ്യാം. സീരിയൽ ഡ്രൈവിൻ്റെ സാറ്റ കണക്ടർ ഡയറക്ഷൻ നോച്ച് നോക്കി കറക്റ്റായി ഇവിടെ പ്ലഗ് ചെയ്യുക. തുറന്ന് CD ഡ്രൈവിൻ്റെ പുറകിൽ ഈ നോച്ചിലേക്ക് പ്ലഗ് ചെയ്യുക. ഓർക്കുക, നമ്മളിത് പുറത്ത് വെച്ചല്ല ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ക്യാബിനകത്ത് വെച്ച് മാത്രം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. തൽക്കാലം ആ പ്രോസസ് എങ്ങനെ നടക്കുന്നു കാണാൻ വേണ്ടി മാത്രം നമ്മളിവിടെ വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. തുടർന്ന് നിങ്ങളുടെ SMPSൽ നിന്ന് തന്നെയുള്ള ഒരു സാറ്റ പവർ കണക്ടർ എടുക്കുക. അത് ഡയറക്ഷൻ നോക്കി വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം പ്ലഗ് ചെയ്യുക. ഇത്രയായി കഴിയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എസെൻഷ്യൽ ഘടകഭാഗങ്ങളൊക്കെ ആയി. ബാക്കി അവശേഷിക്കുന്നത് കീബോർഡ്, മൗസ് അടക്കമുള്ള കണക്ടറുകളാണ്. മാർക്കറ്റിൽ ഇപ്പോൾ വരുന്ന കീബോർഡ് കണക്ടറുകളും മൗസ് കണക്ടറുകളും സ്വാഭാവികമായും USB ആണ്. യൂണിവേഴ്സൽ സീരിയൽ ബസ് കണക്ടറുകൾ നിങ്ങൾക്ക് പരിചിതമാണ്. നമ്മുടെ മദർ ബോർഡിൽ USB പോർട്ടിലേക്ക് കീബോർഡും മൗസും കൂടെ കണക്ട് ചെയ്യുക. അതോടുകൂടി ഒരു കമ്പ്യൂട്ടർ അസംബ്ലിങ്ങിൻ്റെ അടിസ്ഥാന പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം വളരെ ഷാബിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മളിനി ഇതെടുത്ത് ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്തായാലും നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പോകുന്ന രീതി ഇതുപോലൊരു പരന്ന മേശയിൽ വെച്ചല്ല. കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് വെക്കാൻ വേണ്ടി നമുക്കൊരു ക്യാബിനറ്റ് ഉപയോഗിക്കാം. ക്യാബിനറ്റിലേക്ക് പ്ലഗ് ചെയ്യാം. നമുക്ക് ക്യാബിനറ്റിലേക്ക് പ്ലഗ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ക്യാബിനറ്റ് പരിചയപ്പെടാം അല്ലേ.
നമ്മുടെ സിസ്റ്റത്തിന്റെ കാര്യങ്ങളെല്ലാം സിസ്റ്റത്തിന്റെ മദർബോർഡ് അടക്കമുള്ള ഫങ്ഷണൽ പാർട്സ് ഒരു സ്ഥലത്ത് പ്രോപ്പറായി ഉറപ്പിച്ച് വെക്കാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ എന്ന് മാത്രമേ നമ്മുടെ PC ക്യാബിനറ്റിന് അർത്ഥമുള്ളൂ. എങ്കിൽ പോലും ക്യാബിനറ്റിന്റെ ഭംഗി അടക്കമുള്ള കാര്യങ്ങൾ കസ്റ്റമറെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്റ്റ് ആണ്. കാരണം കമ്പ്യൂട്ടർ എന്ന പേരിൽ അയാൾ കാണുന്നത് അടിസ്ഥാനപരമായി ഈ ക്യാബിനറ്റ് തന്നെയാണ്. ഇപ്പം ക്യാബിനറ്റിന്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാവുന്ന ചില പോയിന്റുകളുണ്ട്. അതിലൊന്ന് ഇതിന്റെ പവർ ഓൺ ഓഫ് സ്വിച്ച് ആണ്. പവർ ഓൺ ഓഫ് സ്വിച്ച് കൂടാതെ തന്നെ മിക്ക ക്യാബിനുകളിലും അതിനടുത്ത് റീസെറ്റ് ബട്ടൺ ഉണ്ടാവും. നിങ്ങൾക്ക് പലപ്പോഴും കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാങ് ആവുന്ന റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഹെൽപ്ഫുള്ളായ ഒരു സ്വിച്ചുകളിലൊന്നാണ് മദർ ബോർഡിന്റെ റീസെറ്റ് ഫംഗ്ഷനാലിറ്റി. അതുപോലെ പുതിയ പല ക്യാബിനുകളിലും ഫ്രണ്ടിൽ തന്നെ ഒരു USB പോർട്ട് കണക്ട് ചെയ്യാനുള്ള പോയിന്റും സ്പീക്കർ ആൻഡ് മൈക്ക് കണക്ട് ചെയ്യാനുള്ള പോയിന്റുകളും ഉണ്ടാവും. LED ഉൾപ്പെടെയുള്ള ഘടകഭാഗങ്ങൾ ക്യാബിനറ്റിന്റെ ഭാഗമായി ഉണ്ടാവും. നിങ്ങളിവിടെ കാണുന്ന USB സൗണ്ട്, പവർ, റീസെറ്റ് അടക്കമുള്ള ഫംഗ്ഷനാലിറ്റികൾ ഇന്റേണലി ഒരു കേബിൾ സിസ്റ്റത്തിലൂടെ അത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എളുപ്പം തിരിച്ചറിയാവുന്ന തലത്തിൽ ഈ കാണുന്നത് നിങ്ങളുടെ ഓഡിയോ ഔട്ട്പുട്ടാണ്. മദർ ബോർഡിൽ ഇതിന് റെസ്പെക്റ്റീവായിട്ട് ഒരു ഓഡിയോ കണക്ടർ പോയിന്റ് ഉണ്ട്. അതിൽ പ്രോപ്പർ ലെവലിൽ പ്ലഗ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഫ്രണ്ടിൽ കൂടെ നമുക്ക് സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുക. അതുപോലെ തന്നെ ഫ്രണ്ട് USB എന്ന് കാണുന്ന പോയിന്റ് പ്രോപ്പർ ലെവൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മദർ ബോർഡിൽ കാണുന്ന എക്സ്റ്റേണൽ USB കണക്ട് ചെയ്യാനുള്ള പോയിന്റിലേക്ക് ഇത് വ്യക്തമായി പ്ലഗ് ചെയ്യണം. ഇത് തിരിച്ചോ മറിച്ചോ ഒക്കെ പ്ലഗ് ചെയ്യാൻ പ്രാക്ടിക്കലി എളുപ്പമല്ല. എങ്കിൽ പോലും ബലം പ്രയോഗിച്ച് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ മദർ ബോർഡ് ഡാമേജ് ആകാൻ വരെ ചാൻസ് ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യുക. നേരത്തെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ഓൺ ചെയ്തൊരു പവർ സ്വിച്ച് ഉണ്ടല്ലോ, ആ പവർ സ്വിച്ച്, ദെൻ ഹാർഡ് ഡിസ്ക് LED, പവർ LED, റീസെറ്റ് ഫംഗ്ഷനാലിറ്റി അടക്കമുള്ള സ്വിച്ചുകൾ ഇവിടെയുണ്ട്. നമ്മൾ ഇത് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് ഇതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും വായിക്കാവുന്ന ലെവലിൽ റീസെറ്റ് സ്വിച്ച്, പവർ LED, ഹാർഡ് ഡിസ്ക് LED ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇതിൽ റീസെറ്റ് പവർ സ്വിച്ചുകൾ തിരിച്ചോ മറിച്ചോ ഒത്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഹാർഡ് ഡിസ്ക് LED, പവർ LED എല്ലാം LEDക്ക് പൊളാരിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരിച്ച് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ളതല്ല, പ്രൊലോങ്ഡ് പീരീഡിൽ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേടാവും. ദെൻ ക്യാബിനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്യാബിൻ്റെ അകത്ത് ആസ് യു ക്യാൻ സി നമുക്ക് കുറച്ച് മെറ്റൽ പോയിന്റ് ഉയർന്നു നിൽക്കുന്ന കാണാം. മദർ ബോർഡ് ഷോർട്ട് സർക്യൂട്ട് ആവാതിരിക്കാൻ വേണ്ടി അവിടെ ഉയർന്നു നിൽക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. പല ഡിസൈനുകളിലും ചിലപ്പോൾ ഈ ഉയർന്നു നിൽക്കുന്ന മെറ്റാലിക് പോയിന്റുകൾക്ക് പകരം മെറ്റൽ സ്പേസർ എന്നറിയപ്പെടുന്ന ഘടകഭാഗം പ്ലഗ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മദർ ബോർഡിനെ ഉയർത്തി നിർത്തുക. എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന ഈ മദർ ബോർഡിൽ നമുക്ക് മെറ്റാലിക് സ്പേസർ വേറെ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ മദർ ബോർഡിന്റെ ഭാഗമായി തന്നെ ചില പോയിന്റുകളിൽ മെറ്റാലിക് ലെവൽ ഉയർന്നു നിൽക്കുന്ന കാണാം. നിങ്ങളുടെ മദർ ബോർഡ് ഇതിന് പൂർണ്ണമായും കമ്പാറ്റബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. കാരണം മദർ ബോർഡ് ഒന്ന് വെച്ച് നോക്കിയ ശേഷം ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളിൽ പ്രോപ്പർ ലെവലിൽ മദർ ബോർഡിൽ സർക്യൂട്ടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിന് ഇക്വലന്റ് ആയിട്ട് മദർ ബോർഡിൽ വരുന്നത് ഈ കാണുന്ന ഹോൾസ് ആണ്. ഈ കാണുന്ന ഹോൾസ് പ്രോപ്പർ ലെവലിൽ ആ ഉയർന്നു നിൽക്കുന്ന പോയിന്റുമായി അലൈൻഡ് ആയാൽ മാത്രമേ ഷോർട്ട് സർക്യൂട്ട് ആവാതെ മദർ ബോർഡ് നിൽക്കൂ. മദർ ബോർഡിന്റെ പുറകുവശത്ത് നമുക്ക് പല അഡീഷണൽ ഘടകഭാഗങ്ങളും കാണാം. അതിലൊന്ന് പ്രോസസറിന്റെ ഹീറ്റ് സിങ്ക് മെക്കാനിസത്തിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഇവിടെ കാണുന്ന ഒരു ഘടകവും ബാക്കി ഈ കാണുന്ന മെറ്റൽ പോസ്റ്റുകൾ കണക്ട് ചെയ്യാനുള്ള ഹോൾസുമാണ്. മെറ്റൽ പോസ്റ്റ് കണക്ട് ചെയ്യാനുള്ള എല്ലാ ഹോൾസും ഗ്രൗണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ലെവലിൽ ഗ്രൗണ്ടിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ കണക്ട് ചെയ്യും കൂടെ വേണമെന്ന് ഓർക്കുക. മദർ ബോർഡ് ഇവിടെ ഘടിപ്പിക്കുന്നതിന് മുമ്പ് മദർ ബോർഡിൽ ഇവിടെ കാണുന്ന ഈ കുറച്ച് ഏരിയകളുണ്ടല്ലോ, ഈ ഏരിയകൾക്കിടയിലൊക്കെ നമുക്ക് ഗ്യാപ്പ് കാണുന്നുണ്ടല്ലേ. നമ്മൾ നേരെ ഈ മദർ ബോർഡ് ഇതിലേക്ക് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളിലൊന്ന് ആ ഗ്യാപ്പിലൂടെ മറ്റ് ചെറിയ ജീവികളടക്കമുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടറിലേക്കകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അതുവഴി ഉണ്ടാകുന്ന എക്സ്ട്രാ എയർ ഫ്ലോ പ്രോപ്പറായ ഒരു തെർമൽ കൺവെൻഷനെ തടയുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ബാക്ക് പ്ലെയിൻ കണക്ടർ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ മദർ ബോർഡിന്റെ കൂടെയാണ് നിങ്ങൾക്ക് ഈ ഘടകഭാഗം കിട്ടുക. പ്രോപ്പർ ലെവൽ ഇത് നിങ്ങളുടെ ക്യാബിനറ്റിനകത്തേക്ക് ഉറപ്പിക്കുക എന്നതാണ് ആദ്യ ഘട്ടം. ഇവിടെ നിലവിൽ ഈ ഒരു മെറ്റാലിക് ഭാഗം നോർമലി കവേർഡ് ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ടൈം ഈ ക്യാബിനറ്റ് ഉപയോഗിക്കുമ്പോൾ ഇതങ്ങ് പൊട്ടിച്ച് മാറ്റിയ ശേഷം നമ്മളുടെ മദർ ബോർഡിന്റെ കൂടെ കിട്ടിയ ഒരു ക്ലോസർ ഉപയോഗിച്ച് അത് പ്രോപ്പർ ലെവൽ അവിടെ ഫിറ്റ് ചെയ്യുക. തുടർന്ന് മാത്രം നിങ്ങൾ നിങ്ങളുടെ മദർ ബോർഡ് ഇതിനകത്തേക്ക് പിടിപ്പിക്കുക. SMPS ആണ് മദർ ബോർഡ് അല്ല പലരും ആദ്യം ഘടിപ്പിക്കാറ്. SMPS ആണ് പലരും ആദ്യം പിടിപ്പിക്കാറ്. അത് പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ആണ്. ചില കേസുകളിൽ SMPS കണക്ട് ചെയ്ത ശേഷം മദർ ബോർഡ് പ്ലഗ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പല പ്രോപ്പർ ലെവലിൽ സ്ക്രൂസ് ഇടാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം മദർ ബോർഡ് കണക്ട് ചെയ്ത ശേഷം SMPS ചെയ്യുക. അത് ആ മദർ ബോർഡിന്റെയും ക്യാബിന്റെയും ഡിസൈനെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും അത് ചെയ്യാം. നമ്മളിപ്പോൾ ഈ മദർ ബോർഡ് ഇതിലേക്ക് പ്ലഗ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഈ മദർ ബോർഡ് ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ആസ് യു ക്യാൻ സി ഞാൻ ഈ മദർ ബോർഡ് ഇതിനകത്തേക്ക് ഇറക്കി ലോവർ ചെയ്തു. ഇത് പ്രോപ്പർ ലെവലിൽ
നേരത്തെ കണ്ട മെറ്റൽ സ്പേസറുകളിൽ അലൈൻഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് എത്ര സ്ക്രൂസ് ആണ് ഇടേണ്ടതെന്ന് നോക്കിയിട്ട് അത്രയും സ്ക്രൂസ് അതിനകത്ത് പ്ലഗ് ചെയ്യുക. കഴിയുമെങ്കിൽ മാഗ്നറ്റിസം ഉള്ള ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുക. കാരണം ഈ സ്ക്രൂസ് അതിനകത്തോട്ട് ഇടയ്ക്ക് വീഴുന്ന അത്ര നല്ല കാര്യമല്ല. ഓക്കെ, അപ്പോൾ നിലവിലുള്ള എവിടേക്കാണോ സ്ക്രൂസ് വേണ്ടത് അവിടെയെല്ലാം സ്ക്രൂസ് ഉറപ്പിച്ച ശേഷം അടുത്ത ഘട്ടം നിങ്ങളുടെ SMPS യൂണിറ്റ് കണക്ട് ചെയ്യാന്നുള്ളതാണ്. SMPS ഈ ഡയറക്ഷനിൽ ഇവിടെ ഇറക്കി വയ്ക്കുക. നോർമൽ ലെവലിൽ 4 സ്ക്രൂസ് ആണ് SMPSനുള്ളത്. ഈ 4 സ്ക്രൂവും പ്രോപ്പർ ലെവലിൽ അപ്ലൈ ചെയ്യുക. കാരണം SMPSന്റെ കൂടെ ഒരു ഫാൻ ഉണ്ട്. പലപ്പോഴും നമ്മൾ ഒരു സ്ക്രൂ ഇടാൻ മറന്നു പോകും. അപ്പോൾ ആ സമയത്ത് തന്നെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ വളരെയധികം നോയ്സി ആയിട്ട് മാറുകയും ചെയ്യും. നമ്മൾ 4 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3 സ്ക്രൂ തിരിച്ച് പിടിപ്പിക്കുകയുള്ളെന്ന് പൊതുവെ ഹാർഡ്വെയർ എഞ്ചിനെ കുറിച്ചൊരു പേരുദോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിവതും കസ്റ്റമറെ കൊണ്ട് കുറ്റം പറയിപ്പിക്കാതെ 4 സ്ക്രൂസും പ്രോപ്പർ ലെവലിൽ പ്ലഗ് ചെയ്യുക. തുടർന്ന് നമുക്ക് പരിചയമുണ്ട് കാര്യങ്ങൾ. മദർ ബോർഡിലേക്ക് നമ്മളുടെ ആംഫിനോൾ കണക്ടർ പ്ലഗ് ചെയ്യുക. എഗെയിൻ കോർ വോൾട്ടേജ് കണക്ടർ മദർ ബോർഡിൽ പ്ലഗ് ചെയ്യുക. ഇനി എന്താ വേണ്ടത്? മെമ്മറി നമുക്ക് ഓൾറെഡി മദർ ബോർഡിൽ തന്നെ ഉണ്ട് അല്ലേ? നേരത്തെ കണ്ട പോയിന്റുകളിൽ പവർ കണക്ടർ, റീസെറ്റ് സ്വിച്ച്, LED കണക്ടറുകൾ തിരിച്ചറിയുക. നിങ്ങളുടെ പാനലിൽ അവിടെ കൃത്യമായ ലെവലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പവർ കണക്ടർ എവിടെ പ്ലഗ് ചെയ്യണം, റീസെറ്റ് എവിടെ പ്ലഗ് ചെയ്യണം, LED കണക്ടർ എവിടെ പ്ലഗ് ചെയ്യണമെന്ന് കൃത്യമായി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിംഗ് ശരിക്കും ഇതിൻ്റെ കൂടെ മദർ ബോർഡിൻ്റെ കൂടെ ഒരു മദർ ബോർഡ് മാനുവൽ വരുന്നുണ്ട്. അത് നോക്കി വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. മാർക്കിംഗ് ഇല്ലാതെ വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇനി ഇതിനകത്ത് കാണുന്ന കേബിളുകൾ പരമാവധി ഒതുക്കി വെക്കുക. കേബിൾ മാനേജ്മെൻറ്റ് ഉപകരണങ്ങൾ നമുക്ക് കിട്ടും. ഇങ്ങനെ വയറിസ്റ്റ് കെട്ടിവെക്കാനുള്ള ഉപകരണങ്ങളൊക്കെ കിട്ടും. അത് ഉപയോഗിച്ച് പ്രോപ്പർ ലെവലിൽ കേബിൾ മാനേജ് ചെയ്യാം. തുടർന്ന് ഫ്രണ്ട് ഓഡിയോ USB പോർട്ടുകൾ മദർ ബോർഡിലേക്ക് പ്ലഗ് ചെയ്യുക. ഇത് വളരെ വ്യക്തമായിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട് USB കണക്ട് ചെയ്യുന്ന പോയിന്റ് അടക്കം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിനകത്തൊരു നോച്ച് ഉണ്ട്. ഒരു ഭാഗത്ത് ഒരു പിൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തെറ്റായ ഡയറക്ഷനിൽ ഇത് പ്ലഗ് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ ലെവലിൽ തന്നെ പ്ലഗ് ചെയ്യുക. USB കണക്ട് ചെയ്തു. ഇനി ഇവിടെ ഓഡിയോ കണക്ടറാണ്. ഓഡിയോ എന്ന പോയിന്റിൽ ഒരു പിന്ന് കുറവുണ്ടാവും, അവിടെ കണക്ട് ചെയ്യും. ഇനി എന്താ വേണ്ടത്? ഇനി നിങ്ങളുടെ ഹാർഡ് ഡിസ്ക്, ഓപ്റ്റിക്കൽ ഡ്രൈവ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പ്ലഗ് ചെയ്യാണ് വേണ്ടത്. നമ്മുടെ ഓപ്റ്റിക്കൽ ഡ്രൈവിന്റെ ലേബിൾ നേരെ കാണാവുന്ന ലെവലിൽ ക്യാബിനിലേക്ക് ഫ്രണ്ട് പ്ലഗ് ചെയ്യുക. അത് പുറത്തുനിന്ന് നമുക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്റ്റിക്കൽ ഡ്രൈവുകൾ പുറത്തുനിന്ന് നമുക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഹാർഡ് ഡിസ്ക് പക്ഷേ നമ്മൾ പ്ലഗ് ചെയ്യുന്നത് പുറത്തുനിന്നല്ല, അകത്തുനിന്നാണ്. ഹാർഡ് ഡിസ്കുകൾ കണക്ട് ചെയ്യാനുള്ള ഒരു ബേ മെക്കാനിസം ഇവിടെ ഉണ്ടാവും. ഒന്നിലധികം ഹാർഡ് ഡിസ്കുകൾ കണക്ട് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഡയറക്ഷനിൽ ഇവിടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡേറ്റ കണക്ട് ചെയ്യേണ്ട ഏരിയ മദർ ബോർഡിനെ ഫേസ് ചെയ്ത് തന്നെ വരണം. കോമൺ സെൻസ് മാത്രം. സോ ഇവിടെ പല ഗ്രൂ മെക്കാനിസങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണത്തിലേക്ക് കംഫർട്ടബിൾ ആയിട്ട് പ്ലഗ് ചെയ്യുക. പ്ലഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ പവർ കണക്ടറിന് നേരെയുള്ള ഭാഗത്ത് ഹാർഡ് ഡിസ്ക് വരാതിരിക്കാൻ നോക്കുക. വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടി കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പിന്നീട് പവർ അഴിക്കാൻ ഉൾപ്പെടെ ഉള്ള സമയത്ത് ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ അഴിക്കേണ്ടി വരും. അതുകൊണ്ട് അത് ഒഴിവാക്കി കൺവീനിയൻ്റ് ആയ ഒരു പ്ലേസ് കണ്ടുപിടിച്ച് അവിടേക്ക് പ്ലഗ് ചെയ്യുക. അത് മദർ ബോർഡ് ടു മദർ ബോർഡ് അത് വേരി ചെയ്യും. ഇത് പ്ലഗ് ചെയ്ത ശേഷം ഇതിൽ 4 സ്ക്രൂസ് കണക്ട് ചെയ്യാനുള്ള പോയിന്റ് ഉണ്ട്. ഇവിടെ 2 സ്ക്രൂവും ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ ക്യാബിൻ്റെ ആ വശം അഴിച്ച ശേഷം അപ്പുറത്തെ സൈഡിൽ 2 സ്ക്രൂവും ചെയ്യുക. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ഈ ഒരു സൈഡിൽ മാത്രം സ്ക്രൂ ചെയ്യാം. 4 വശത്തെയും സ്ക്രൂ ഇടുക എന്നുള്ളതും ഹാർഡ് ഡിസ്കിനെ സംബന്ധിച്ച് എസെൻഷ്യലാണ്. കാരണം ഹാർഡ് ഡിസ്ക് എന്ന ഉപകരണം വളരെ നേരത്തെ SMPSന്റെ കാര്യം സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ശക്തമായൊരു മോട്ടറുള്ളൊരു ഉപകരണമാണ് ഹാർഡ് ഡിസ്കും. അതുകൊണ്ട് തന്നെ ആ വൈബ്രേഷൻ നിങ്ങളുടെ കസ്റ്റമർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന തലത്തിലേക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ SMPS നിന്നുള്ള പവർ കണക്ടറും
മദർ ബോർഡിലേക്കുള്ള ഡേറ്റ കണക്ടറും പ്ലഗ് ചെയ്യുക. മദർ ബോർഡിലേക്കുള്ള ഡേറ്റ കണക്ടർ സാറ്റ കണക്ടറിലേക്ക്, സാറ്റ കണക്ടറുകൾ എവിടെ വേണേൽ പ്ലഗ് ചെയ്യാം. നമുക്ക് സാറ്റ 1, 2, 3, 4 4 കണക്ടറുണ്ട്. അതിലെവിടെ വേണമെങ്കിൽ നമുക്ക് പ്ലഗ് ചെയ്യാം. CD ഡ്രൈവിൻ്റെ കേസിലും സാറ്റ കണക്ടറുകൾ സാറ്റ കണക്ട് ചെയ്യുക. ബാക്കിയുള്ള കേബിൾ തൽക്കാലത്തേക്ക് ഒതുക്കി വെക്കുക. ഈ പ്രക്രിയയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് കേബിൾ മാനേജ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാം. പവർ കണക്ട് ചെയ്യാനുണ്ട് നമുക്ക്. നമ്മുടെ ഉപകരണങ്ങളിൽ ഹാർഡ് ഡിസ്കിലേക്കും ഓപ്റ്റിക്കൽ ഡ്രൈവിലേക്കും പവർ കണക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത്രയും കഴിയുമ്പോൾ അടിസ്ഥാനപരമായി കമ്പ്യൂട്ടർ അസംബ്ലിംഗ് പ്രോസസ്സ് കഴിഞ്ഞു. ഇവിടെ കാണുന്ന ഒരു അഡീഷണൽ ഫാൻ സിസ്റ്റം നമുക്കിവിടെ കാണാം. നമ്മുടെ ക്യാബിൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണൽ ഫാൻ സിസ്റ്റം കാണാം. ചില മോഡലുകളിൽ മദർ ബോർഡിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു കണക്ടർ പോയിന്റ് ഉണ്ടാവും അതിന്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതിനകത്ത് SMPS-ലേക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു പോയിന്റാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ SMPS എന്നൊരു പോയിന്റ് ഈ ഫാനിന് കൊടുക്കുക. ഇതോടുകൂടി നിങ്ങളുടെ കമ്പ്യൂട്ടർ അസംബ്ലിംഗ് എന്ന പ്രോസസ്സ് ഏകദേശം പൂർണ്ണമായി. ദെൻ എല്ലാ ഭാഗത്തുനിന്നുള്ള പ്രോപ്പർ സ്ക്രൂസ് എല്ലാം ഉറപ്പിക്കുക. മെക്കാനിക്കലായിട്ട് ഈ ഉപകരണങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഫാനുകളുടെ ഉൾപ്പെടെയുള്ള ഘടകഭാഗങ്ങൾക്ക് കുറുകെ വന്നിരിക്കുന്ന കേബിളുകൾ വൃത്തിയാക്കി അടുക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന ഉപകരണം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ നമ്മൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഈ അസംബ്ലിംഗ് എന്ന ബേസിക് പ്രോസസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്തം കഴിയുന്നില്ല. ഇനി ഈ ഉപകരണം ലോങ് ടൈമിൽ വർക്ക് ചെയ്യുമെന്ന് ഉറപ്പുവരുത്താനുള്ള ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയർ, തുടർന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ, കോൺഫിഗറേഷൻ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളുടെ ഇൻസ്റ്റലേഷൻ അടക്കം ഒരു കസ്റ്റമർക്ക് സപ്ലൈ ആവുന്ന തരത്തിലേക്ക് സിസ്റ്റത്തെ സജ്ജമാക്കാനുള്ള പല പ്രക്രിയകൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. താങ്ക് യു.